പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവസാന്നിധ്യവും സ്വർഗീയ പദവികളും നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അതെ, ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം ഈ ശബ്ദധാരയിലൂടെ കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതെ, ആ കർത്താവ് കാൽവറിയിൽ മരിച്ച ദിവസത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ലോകത്തിൽ നാം എല്ലാവരും ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളിയായി ആഘോഷിക്കുന്നത്. അതെ, ദുഃഖവെള്ളിയായി ആ ദിവസം നാം ആഘോഷിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം ലഭ്യമാകത്തുള്ളൂ. കാരണം യേശു ക്രിസ്തുവാണ് ഏക രക്ഷകൻ, യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. നഷ്ടപ്പെട്ടു പോയ മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ 33.5 തിരുവയസ്സിൽ തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഒഴുക്കി നമ്മെ ഓരോരുത്തരെയും മക്കളാക്കി തീർത്തു, അവകാശികളാക്കി തീർത്തു, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർത്തു. യഥാർത്ഥമായ നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ പാപം ചെയ്ത് ദൈവതേജസ്സിങ്കിൽ നിന്ന് അകന്നുപോയ നമ്മെ ഓരോരുത്തരെയും ദൈവത്തോടടുപ്പിക്കുവാൻ വേണ്ടി കാൽവറിയിൽ മരിച്ച യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതെ, ആ യേശുവാണ് നമ്മുടെ രക്ഷകൻ. ആ യേശു രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് ദൈവിക വാഗ്ദത്തമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരും നശിച്ചു പോകുകയില്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ, ആയുസ്, സമയം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പലതും നേടി സംരക്ഷിച്ചു വയ്ക്കുവാനല്ല, ദൈവം തന്നിരിക്കുന്ന ആയുസ്സിനെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നിലനിർത്തി ജീവിക്കുവാനായി, ഒരു ദൈവമകനായി മകളായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവസാന്നിധ്യവും സ്വർഗീയ പദവികളും നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ